സെൻറ്റ് പോൾസ് ദേവാലയത്തോട് ചേർന്നാണ് നമ്മുടെ പുലിമൂട് സുവിശേഷാലയത്തിലാണ് കൂടുന്നത്. സുവിശേഷാലയത്തിൽ ബഹുമാനപ്പെട്ട മാനേജനുണ്ട്, ജോൺസൺ അച്ഛൻ. ആ സുവിശേഷാലയത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ആദരവും പ്രാർത്ഥനയും അറിയിക്കട്ടെ. സുവിശേഷാലയത്തിലെ അംഗങ്ങളൊക്കെയും പ്രാർത്ഥനയോടെ ഈ ഭവനത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യവും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള പതിച്ചിറ ദേവാലയത്തിലെ സുവിശേഷ സംഘത്തിൻ്റെ അംഗങ്ങൾ മരണവീട്ടിലെത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ഉണ്ട്. അതും ഏറ്റവും ആദരവോടെ ഞങ്ങൾ ഓർക്കുന്നു. ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും സ്നേഹിക്കുക, ക്ഷമിക്കുക, കുറേ കൂടി മനുഷ്യത്വത്തോടെ ഇടപെടുവാൻ ഒക്കെ നമുക്ക് അവശേഷിക്കുന്ന ശിഷ്ടായുസ് ദൈവം ദാനമായി തന്നിരിക്കുന്നുവെന്ന് ഓരോ വേർപാടും ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം കൃപ ചെയ്യും. വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മരണമടഞ്ഞൊരു ദാസന നിൻ ജീവസ്വരമതുണർത്തണമേ. ഖബറിനുദ്യാനത്തിന്ന സോമൻകാല സ്കുറിയേലായി ഉയരത്തിൽ നിന്നെഴുന്നള്ളേ ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. ഖബറുകളുള്ളിൽ നിന്ന് യോടെ എഴുന്നേറ്റു ഇരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അംഗത്തിട്ട് മരിച്ചതും ഞാൻ എന്നും കാത്ത തന്നരുടുന്ന മഹോക്തം മുറിയോറാക്കി മേലെ അനുകൂലത്തിന്റെ യാക്കോബിന്റെ വഴി പാർപ്പിക്കണമേ. വന്നവനും പരിപാലിക്കലും വാഴ്ത്തപ്പെട്ടവനാ ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമീൻ. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വന്ദരായ വൈദികരുടെ സാന്നിധ്യം പ്രാർത്ഥന ഓർക്കുന്നു. ഇനിയും പ്രിയപ്പെട്ടവർക്ക് സ്നേഹ ചുംബനം നൽകാം. പോകുവാനായിട്ട് വാഹനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. വാഹനങ്ങളിലെത്തുകയും പുതിയ ദേവാലയത്തെ ശുശ്രൂഷകൾക്കായി താമസമില്ലായെത്തണം. ബുധനാഴ്ച മാതാവിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസമാണ്. അതിന് മുമ്പായിട്ട് ആ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായി ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ഓർക്കുന്നു. മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരെ നിൻ തിരുകൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. ഇരുളിൽ നിന്നുയർത്തിവരിൽ നിത്യവെളിച്ചം തൂകണമേ. ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. പൂർവപിതാവാബ്രാഹാമിനുടെ മടിയിൽ ചേർത്തു തുണയ്ക്കണമേ. മടിയിൽ ചേർത്തു
നന്മയിൽ വാഴും രക്ഷകനീശോ, മരണമടഞ്ഞ സഹോദരരെ, നിൻ തിരുകൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഇനിയുള്ള
അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് അത് ഉറങ്ങുകയാണ്, അത് ഉണരും. നമ്മെ സംബന്ധിച്ച് ഉണർത്തുവാൻ കരുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെതായ രീതിയിൽ നമുക്കതിനെ മരണമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്നാൽ പൗരസ്ത്യമായ ചിന്തയിൽ മരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വിശ്വാസിയെ മരിച്ചു എന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ടാണ് മരണമെന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കാണാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മരിക്കുന്നില്ല എന്നൊരു പുസ്തകം പറയുന്നത് അവൻ മരിച്ചാലും ദൈവത്തെ കാണും. ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് അവൻ നീ കഴിച്ചാൽ മരിക്കുമെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം കഴിച്ചാൽ മരിക്കുമെന്നല്ല, അവൻ കാണാതാകുന്ന ഒരവസ്ഥ, ദൈവത്തെ കാണാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ മരണമെന്ന് വിളിക്കാറുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഇത് കാരണം വിശ്വാസത്തോടുകൂടി മരിച്ചതാണ്, ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഈ ശരീരം ഒന്ന് മാറ്റപ്പെടണം. കാരണം ഇതേതെങ്കിലും കൊടുത്ത ശരീരത്തിൽ വീഴ്ച സംഭവിച്ച ശരീരമാണ്. അത് വീണ്ടും മണ്ണിലേക്ക് തിരികെ ചേർന്ന് പുതിയ ശരീരം ധരിച്ചുകൊണ്ട് പുതിയ അവസ്ഥയിലേക്ക് മടക്കയാത്രയും ആത്മാവിന്റെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും ഈ ശരീരത്തിലേക്ക് കൈവരിച്ച് ഉയർത്തുന്നതാണ് യാതൊരു സംശയവും. ഇതൊരു വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതിന്റെ പ്രസംഗം വൃദ്ധമോ നിങ്ങളുടെ വിശ്വാസം വൃദ്ധമെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ഈ മൃതശരീരത്തിന് ചുറ്റും നമ്മൾ ധൂപമൊക്കെ കൊടുക്കും. അതിന്റെ അർത്ഥം അതുകൊണ്ട് ഈ മൃതശരീരത്തിന് ചുറ്റും ധൂപം വെക്കാറ് അത് മറ്റൊന്നും കൊണ്ടല്ല, അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം മാത്രമല്ല, ഈ ആത്മാവിന്റെ വേദനയിലേക്ക് പോകുമ്പോൾ സ്വർഗീയമായ അവസ്ഥ, ആ സ്വർഗീയ അവസ്ഥകൾ നമ്മൾ ഭൂമിയിലൊന്ന് സൃഷ്ടിച്ചു കൊടുക്കും. ഈ പ്രാർത്ഥനകളിൽ ഈ ദുഃഖാർത്ഥന നടത്തുന്നത് മറ്റൊരർത്ഥം ഈ ശരീരം ഇനി ഉയർത്തും.